നമസ്കാരം. ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായി ആരും ഉണ്ടാകുന്നതല്ല. ചെറുതോ വലുതോ ആയ ആഗ്രഹങ്ങളാലാണ് പലപ്പോഴും ജീവിതം മുൻപോട്ട് പോകുന്നത്. ജീവിതത്തിന് അർത്ഥം തന്നെ വന്നു ചേരുന്നത്. ആഗ്രഹിക്കുന്നത് എല്ലാം തന്നെ അതേപോലെ നടക്കണം എന്ന് വാശി പിടിക്കുവാൻ സാധിക്കുന്നതല്ല. കുറെ ആഗ്രഹിച്ച് നടക്കാതെ പോയ പല കാര്യങ്ങളും മനസ്സിൽ കിടക്കുന്നുമുണ്ടാകാം. എന്നാൽ വരാഹിദേവിയെക്കുറിച്ച് അല്പമെങ്കിലും അറിവുള്ളവർക്ക് ഒരു കാര്യം അറിയാം. അത്ഭുതങ്ങൾ നിമിഷങ്ങൾക്കകം ജീവിതത്തിൽ നടത്തുന്ന ദേവിയാണ് സാക്ഷാൽ വരാഹിദേവി. അമ്മയുടെ അനുഗ്രഹമുള്ളവർക്ക് മാത്രം അമ്മയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയുവാൻ സാധിക്കും. അത്തരത്തിൽ പെട്ടെന്ന് ഫലം നൽകുന്നതായ ഈ കാര്യത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും വജ്രഘോഷം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ മാത്രമേ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കൂ. ഉടനെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ 5 കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. പഞ്ചമിയുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. വരാഹി ദേവി സപ്തമാതാക്കളിൽ 5ാമത്തെ ദേവിയാകുന്നു. ഇതിനാലാണ് ദേവിയെ പഞ്ചമി എന്ന് വിളിക്കുന്നത്. ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും പ്രപഞ്ച നാഥയുമായ ആദ്യപരാശക്തിയുടെ 7 വിഭിന്ന രൂപങ്ങളാണ് സപ്തമാതാക്കൾ. ആധ്യാത്മിക വഴിയിലെ 7 ആത്മീയ തത്വങ്ങളായി ശക്തി ഉപാസകർ സപ്തമാതാക്കളെ കാണുന്നതുമാണ്. ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വരാഹി, പഞ്ചമി, കൗമാരി, ചാമുണ്ഡി അഥവാ ചാമുണ്ടേശ്വരി അല്ലെങ്കിൽ നരസിംഹി എന്നീ ഭഗവതിമാരാണ് സപ്തമാതാക്കൾ. വരാഹരൂപം പൂണ്ട പരാശക്തിയാണ് വരാഹി ദേവി. ഉഗ്രമൂർത്തിയാണ് ദേവി. ശ്രീ ലളിത പരമേശ്വരിയുടെ സൈന്യാധിപയാണ് വരാഹി ദേവി. പഞ്ചമി പഞ്ചുരുളി, പന്നിമുഖി, ദണ്ഡിനി, വാർത്താളി എന്നീ പേരുകളിൽ ദേവി അറിയപ്പെടുന്നതുമാണ്. ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ വരാഹി ദേവി. പ്രാർത്ഥിച്ചാൽ അതിവേഗം ഫലം നൽകുന്ന ദേവി. അഷ്ടലക്ഷ്മി സ്വരൂപിണിയായ ഈ ഭഗവതി അഷ്ടദാരിദ്ര്യവും ഇല്ലാതാക്കുന്നു എന്നാണ് വിശ്വാസം. പഞ്ചമി തിഥി ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ദിവസം തന്നെയാകുന്നു. ആരെല്ലാം ദേവിയെ ആരാധിക്കുന്നുവോ അവർക്ക് സമ്പത്ത്, ഉയർച്ച, ഐശ്വര്യം, ശത്രുനാശം, അഭീഷ്ടപരം എന്നിവയാണ് ഫലമായി ദേവി നൽകി അനുഗ്രഹിക്കുക. രാത്രിയാണ് വരാഹി ദേവിയെ ആരാധിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം. രാത്രി 8 മണിക്ക് ശേഷമാണ് ഈ സമയം വരിക. അഥവാ രാത്രി 8 മണിക്ക് ശേഷം നിങ്ങൾ ദേവിയെ ആരാധിക്കുന്നത് അതീവ ശുഭകരമാണ്. എന്നാൽ വരാഹി ദേവിയുമായി ബന്ധപ്പെട്ട് ചില പ്രാർത്ഥനാ രീതികൾ ഏവർക്കും പരിചിതമാകണം എന്നില്ല എന്നതാണ് വാസ്തവം. ഇതിൽ പ്രധാനമാണ് ദേവിയുമായി ബന്ധപ്പെട്ട സംഖ്യയായ 5. 5ാമത്തെ ഭഗവതി എന്നതിലുപരി 5 എന്ന സംഖ്യ ഉപയോഗിച്ച് പ്രത്യേക രീതിയിൽ പ്രാർത്ഥിച്ചാൽ 5 ദിവസത്തിനകം അതിവേഗം ഫലം നൽകുന്ന ഒരു പ്രത്യേകമായ കാര്യമുണ്ട്. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇത് ഏവർക്കും സഹായകരം തന്നെയാണ്. ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. 5 എന്ന സംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യം തന്നെയുണ്ട്. 5 എന്ന സംഖ്യ ആത്മീയമായി പരാമർശിക്കുന്ന സംഖ്യ തന്നെയാകുന്നു. മാറ്റം, സ്വാതന്ത്ര്യം എന്നിവയുമായി ബന്ധപ്പെട്ട് ഈ സംഖ്യയെ പരാമർശിക്കുന്നതുമാണ്. സനാതന ധർമ്മത്തിൽ പഞ്ചഭൂതങ്ങൾക്ക് വലിയ സ്ഥാനം തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഇതിനാൽ തന്നെ 5 എന്ന സംഖ്യയ്ക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട്. വളരെ വേഗം ഫലം ലഭിക്കുവാൻ ഈ സംഖ്യ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. ഇത് എപ്രകാരമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. രാത്രി 8 മണിക്ക് ശേഷം മുൻപ് പരാമർശിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ സമയം, വരാഹി ദേവിയെ ആരാധിക്കേണ്ടതായ സമയം. രാത്രിയുടെ ദേവതയാണ് സാക്ഷാൽ വരാഹി ദേവി. ഇതിനാൽ ഈ രാത്രിക്ക് പ്രത്യേക പ്രാധാന്യം തന്നെയാണ് വന്നു ചേരുക എന്ന കാര്യവും ഓർക്കണം. കഴിവതും
ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുൻപായി തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ആദ്യമായി നാം ചെയ്യേണ്ടത് വടക്കോട്ട് ദർശനമായി ഇരുന്ന് ഇപ്രകാരം ചെയ്യണം എന്നതാകുന്നു. നിങ്ങൾ ഒരു വെള്ള പേപ്പർ എടുക്കുക. വെള്ള പേപ്പറിന് മുകളിലായി ആദ്യം ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രം നിങ്ങൾ എഴുതുക. മന്ത്രം ഇപ്രകാരമാണ്: ഓം വജ്രവരാഹിയേ നമഃ എന്നാണ് മന്ത്രം. ഓം വജ്രവരാഹിയേ നമഃ, ഓം വജ്രവരാഹിയേ നമഃ എന്നാണ്. ഈ മന്ത്രം ആദ്യം നിങ്ങൾ പഠിച്ചതിന് ശേഷം എഴുതുന്നതാണ് ഏറ്റവും ശുഭം. തെറ്റുകൾ കൂടാതെ ഈ മന്ത്രം ആ പേപ്പറിൽ എഴുതുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ദേവിയുടെ ഏറ്റവും പ്രസിദ്ധമായതും അതിവേഗം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഫലങ്ങൾ നൽകുന്നതായ ഒരു മന്ത്രം കൂടിയാണ് ഇത്. ശേഷം 55 തവണ ഉടനെ നടക്കേണ്ടതായ ആ കാര്യം നിങ്ങൾ എഴുതുക. ഈ കാര്യം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലും നടക്കാത്തതായ കാര്യം എഴുതുവാൻ പാടുള്ളതല്ല. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യം മാത്രമേ എഴുതുവാൻ പാടൂ. അത് മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറുന്ന കാര്യം നിങ്ങൾ എഴുതുവാൻ പാടുള്ളതല്ല. അത്തരത്തിൽ സതുദ്ദേശത്തോടെ തന്നെ ഒരു കാര്യം, നിങ്ങളുടെ ആവശ്യം നിങ്ങൾ എഴുതുക. 55 തവണയാണ് എഴുതേണ്ടത്. പണമാണ് എങ്കിൽ ആ കാര്യം എഴുതുക. ജോലിയാണ് എങ്കിൽ ജോലി എഴുതുക. വീടാണ് എങ്കിൽ വീടിനെ കുറിച്ച് എഴുതുക. ഇപ്രകാരം നിങ്ങൾക്ക് ആവശ്യമുള്ള ആ കാര്യം നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. 5 ദിവസം കൃത്യമായി നിങ്ങൾ ഇപ്രകാരം ചെയ്യണം. 5 ദിവസം ഒരേ സമയത്ത് തന്നെ ചെയ്യുവാൻ സാധിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഇനി ഏത് മഷി ഉപയോഗിച്ചാണ് എഴുതേണ്ടത്, അതിനും വളരെയധികം പ്രാധാന്യമുണ്ട്. നീല അല്ലെങ്കിൽ പച്ച മഷി കൊണ്ട് എഴുതാവുന്നതാണ്. എന്നാൽ ഏറ്റവും ശുഭകരമായത് പച്ച മഷി കൊണ്ട് എഴുതുന്നതാണ്. അതിനാൽ ആ കാര്യത്തിനും വളരെയധികം പ്രാധാന്യം നൽകുക. 5 ദിവസം മുടക്കമില്ലാതെ തന്നെ ചെയ്യണം. ഇനി മുടങ്ങുകയാണ് എങ്കിൽ വീണ്ടും ആരംഭിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ആദ്യത്തെ ദിവസം എഴുതുന്നതിന് മുൻപ് ദേവിക്ക് വിളക്ക് തെളിയിച്ചതിന് ശേഷം ദേവിക്ക് മാതളം സമർപ്പിച്ച് അല്ലെങ്കിൽ ദേവിക്ക് പുഷ്പങ്ങൾ സമർപ്പിച്ച് ഇപ്രകാരം തുടങ്ങുന്നതാണ് ഏറ്റവും ശുഭം. സാധിക്കുന്നവരാണ് എങ്കിൽ അപ്രകാരം ചെയ്യുവാൻ ശ്രമിക്കുക. ഇനി അഥവാ വിളക്ക് തെളിയിക്കാത്തവരാണ്, അഥവാ ദേവിക്ക് പ്രത്യേകമായി വിളക്ക് തെളിയിക്കാത്തവരാണ് എങ്കിൽ അന്നേ ദിവസം ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു വിളക്ക് തെളിയിക്കുന്നതിൽ തെറ്റില്ല. നിങ്ങൾ മുൻപ് പരാമർശിച്ചതായ ആ വസ്തുക്കൾ സമർപ്പിച്ച് തുടങ്ങുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക. സാധിക്കാത്തവരാണ് എങ്കിൽ ദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ശേഷം ഈ കാര്യം നടക്കുന്നത് വരെ ഈ പേപ്പർ വൃത്തിയുള്ള ഇടത്ത്, ശുദ്ധിയുള്ള ഇടത്ത് സൂക്ഷിക്കുക എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ആ കാര്യം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയാണ് എങ്കിൽ ആരും ചവിട്ടാത്ത ഇടത്തോ ഒഴുകുന്ന ജലത്തിലാണ് എങ്കിലും ഒഴുക്കി കളയാവുന്നതുമാണ്. ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം, അതായത് ശരിയായ രീതിയിൽ ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ ആ കാര്യം നടക്കും. തീർച്ചയായും നിങ്ങൾ നിത്യവും ദേവിയെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ ദേവിയുടെ അറിയാവുന്നതായ മന്ത്രങ്ങൾ, മുൻപ് പരാമർശിച്ച മന്ത്രമാണ് എങ്കിൽ പോലും ആ മന്ത്രം ജപിക്കുക. സാധിക്കാത്തവരാണ് എങ്കിൽ വജ്രഘോഷം എന്നെങ്കിലും നിത്യവും പറയുന്നത് വിശേഷം തന്നെയാകുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ വളരെ വേഗം നടക്കുക തന്നെ ചെയ്യും.